കേരളം മഹാപ്രളയത്തിൽ അകപ്പെട്ട സമയത്ത് പല ഉത്തരേന്ത്യൻ സംഘപരിവാർ നേതാക്കളും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബീഫ് കഴിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ പ്രളയമുണ്ടായത് എന്ന്. എന്നാൽ ഹിന്ദു മഹാസഭയുടെ നേതാവ് ചക്രപാണി മഹാരാജ് പറഞ്ഞ കാര്യം അതിലും ഞെട്ടിക്കുന്നതാണ്. ബീഫ് കഴിക്കുന്നവരെ രക്ഷിക്കരുത്, ഇനി രക്ഷിക്കുകയാണെങ്കിൽ ബീഫ് കഴിക്കില്ല എന്ന് സത്യം ചെയ്യിക്കണമെന്നും ഇന്ത്യ ടുഡേയുടെ ചർച്ചയിൽ അദ്ദേഹം പറയുകയുണ്ടായി. मदद किया जाए और हमने भी संत महासभा हिंदू महासभा से मदद करवाई है, लेकिन उन लोगों के लिए मदद तो है और उन लोगों को मदद करना चाहिए जो प्रकृति को सम्मान करते हैं, उनको करना चाहिए जो जीवों का सम्मान करते हैं। तुम्हारे पे आपत जब रोटी तुम्हें मिल रहा था तब तुम बोटी खा रहे थे, गऊ के काट करके उसके गर्दन और प्रदर्शन कर रहे थे, दिखा रहे थे कि देखो हम गौ मांस खाएंगे, और आज रोटी के लाले पड़ गए। तो എന്നാൽ അതേ ചക്രപാണി മഹാരാജിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് കേരള സൈബർ വാരിയേഴ്സ്. ഹിന്ദു മഹാസഭാ നേതാവ് വാട്സാപ്പിൽ ചോദിച്ചത് സെക്സ് വീഡിയോ ആയിരുന്നു. തെളിവ് സഹിതമായിരുന്നു കേരള സൈബർ വാരിയേഴ്സ് ചക്രപാണിയുടെ തനിനിറം വെളിപ്പെടുത്തിയത്. കേരളത്തിൽ ബീഫ് തിന്നുന്നത് കൊണ്ടും കേദാർനാഥിൽ ഹണിമൂൺ ആഘോഷിക്കുന്നത് കൊണ്ടും പ്രളയമുണ്ടായി എന്ന് കണ്ടെത്തിയ ആളാണ് ഹിന്ദു മഹാസഭാ നേതാവ് ചക്രപാണി മഹാരാജ്. എന്നാൽ ലൈംഗികതയുടെ കാര്യത്തിൽ ചക്രപാണിയും തീരെ മോശമല്ലെന്ന തെളിവുകളാണ് കേരള സൈബർ വാരിയേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി എന്ന വ്യാജേനയാണ് കേരള സൈബർ വാരിയേഴ്സ് ചക്രപാണി മഹാരാജിനെ സമീപിച്ചത്. ഹിന്ദു മഹാസഭയുടെ വെബ്സൈറ്റിൽ ചക്രപാണിയുടേത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ വാട്സപ്പിലായിരുന്നു ബന്ധം സ്ഥാപിച്ചത്. ചക്രപാണി മഹാരാജ് വീഡിയോ കോളിന് ശ്രമിക്കുന്നതിന്റെ തെളിവും കേരള സൈബർ വാരിയേഴ്സ് പുറത്തുവിട്ട വീഡിയോയിൽ ഉണ്ട്. ശബ്ദം അദ്ദേഹത്തിൻ്റെത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനും ഉണ്ട്. സ്ക്രീൻഷോട്ടുകൾ മാത്രമല്ല, സ്ക്രീൻഷോട്ടുകളുടെ വീഡിയോയും ഉണ്ട്. പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങളും അല്ലാത്ത ചിത്രങ്ങളുമെല്ലാം അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്ന സന്ദേശങ്ങളും കാണാം. ഒരു അശ്ലീല വീഡിയോയുടെ ലിങ്കിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായി എക്സ് വീഡിയോയിലെ ഒരു വീഡിയോ ആണ് കേരള സൈബർ വാരിയേഴ്സ് അയച്ചു കൊടുത്തത്. അതിന് ചക്രപാണി മഹാരാജ് നന്ദിയും പറയുന്നുണ്ട്. ചിത്രങ്ങളും വീഡിയോകളും അയക്കാൻ തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട് ചക്രപാണി മഹാരാജ്. പല കാരണങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുകയാണ് കേരള സൈബർ വാരിയേഴ്സ്. ചക്രപാണിയുടെ ഫോട്ടോയും ആവശ്യപ്പെടുന്നുണ്ട് അതിനിടയിൽ. ഒടുവിൽ ചക്രപാണി മഹാരാജ് പിണങ്ങിപ്പോവുകയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. പിന്നീട് മറ്റൊരു നമ്പർ ഉപയോഗിച്ച് വീണ്ടും ചക്രപാണി മഹാരാജിനെ ഇവർ ബന്ധപ്പെട്ടു. അപ്പോഴും സംസാരത്തിലെ താല്പര്യം ലൈംഗികതയാണ്. ആ ചാറ്റിനിടയിൽ ചക്രപാണിയുടെ വാട്സപ്പ് DPയുടെ സ്ക്രീൻഷോട്ടും കേരള സൈബർ വാരിയേഴ്സ് എടുത്തിട്ടുണ്ട്. ചാറ്റ് ചെയ്തത് ചക്രപാണി മഹാരാജിനോട് തന്നെയാണെന്നുള്ളതിന് തെളിവായിട്ടാണ് അവർ ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. വാട്സപ്പ് ചാറ്റുകൾ അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന ശീലക്കാരനാണ് ചക്രപാണി മഹാരാജ് എന്നും കേരള സൈബർ വാരിയേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്രീൻഷോട്ടുകൾ എടുക്കാൻ ഏറെ ബുദ്ധിമുട്ടിയെന്നും അവർ പറയുന്നു. എന്തായാലും പ്രളയത്തിൽപ്പെട്ട മലയാളികളെ കുറിച്ച് വിദ്വേഷകരമായ പരാമർശങ്ങൾ നടത്തിയ ചക്രപാണി മഹാരാജിന് 8ന്റെ പണി തന്നെയാണ് കേരള സൈബർ വാരിയേഴ്സ് കൊടുത്തത്. എല്ലാം വീഡിയോ ആക്കിയാണ് അവർ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത്. മലയാളികൾ അല്ലാത്തവർക്ക് കൂടി മനസ്സിലാകുന്നതിന് വേണ്ടി ഇംഗ്ലീഷിലാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഹിന്ദു മഹാസഭയ്ക്കും ചക്രപാണിക്കും കേരള സൈബർ വാരിയേഴ്സിന്റെ രണ്ടാമത്തെ പണിയാണിത്. ആദ്യം ഹിന്ദു മഹാസഭയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് എങ്ങനെ രുചികരമായി ബീഫ് കറി ഉണ്ടാക്കാമെന്നതിന്റെ പാചകവിധി ഇവർ പോസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.